യെസ് അഹമ്മദ് കബീർ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർ ഈ സഭയുടെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇത് ശ്രദ്ധിക്കണമെന്നും ഈ ബജറ്റിൽ ഇത് സംബന്ധമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പുഴകളുള്ള ഒരു നാടാണ് സർ. ധാരാളം കുടിവെള്ള പദ്ധതികൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രദ്ധാപൂർവമായി ശ്രമിക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രിയും വാട്ടർ റിസോഴ്സസിൻ്റെ സെക്രട്ടറി ശ്രീ BJ കുര്യനും വാട്ടർ അതോറിറ്റിയുടെ MDയും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ വകുപ്പ് മൊത്തത്തിലും കേരളത്തിൽ ഈ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും വളരെ ശ്രദ്ധേയമായ നേതൃത്വം കൊടുക്കുന്നതിൽ ഞാൻ ഗവൺമെൻറ്റിനെ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതേസമയം നമ്മുടെ പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇവിടെ ഒരുപാട് തടയണകൾ കൊണ്ടുവരുന്ന സമയത്ത്, റെഗുലേറ്റർ കം ബ്രിഡ്ജുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സഹായകമാകുമാറ് അവിടെയാണ് ഇത് കൊണ്ടുവരുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണെങ്കിലും BCB കം ബ്രിഡ്ജ് ആണെങ്കിലും തടയണകളാണെങ്കിലും ഇത് കൊണ്ടുവരികയാണെങ്കിൽ ആ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കാനും കഴിയും. സമീപ പ്രദേശങ്ങളിലെ എല്ലാ വാട്ടർ ബോഡീസിലും വെള്ളം ലഭിക്കും. ജലസേചന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഗവൺമെൻറ് അടുത്ത ബജറ്റിൽ ഈ കാര്യത്തിന് മുൻഗണന നൽകി ഈ കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സുകൾ സംരക്ഷണം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഈ ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ സർക്കാർ അധികാരത്തിൽ 689 കോടി രൂപ ചെലവിൽ 431 ചെക്ക് ഡാമുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ 108 കോടി രൂപ ചെലവുള്ള 190 ചെക്ക് ഡാമുകളും പുരോഗതി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉപ്പുവെള്ളമാണ് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം അടിയന്തരമായി നടപ്പാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട K. രാജു, നോട്ട് ഇൻ സീറ്റ്. സബ്മിഷനെല്ലാം റദ്ദ് ചെയ്യുന്നു. സബ്മിഷൻ്റെ മറുപടി ബഹുമാനപ്പെട്ട മന്ത്രിമാർ അംഗങ്ങൾക്ക് നൽകേണ്ടതാണ്. മേശപ്പുറത്ത് വയ്ക്കുന്ന കടലാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കാര്യയുടെ പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. 2 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 4 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 6 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 7 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമവികസന വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 8 കടലാസുകൾ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 10 പ്രകാരമുള്ള കടലാസുകൾ വ്യവസായ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട നഗരാരോഗ്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 11 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 12 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1 ക്രമ നമ്പർ 13 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ പഞ്ചായത്ത് സാമൂഹിക വകുപ്പ് മന്ത്രിക്ക് ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3
ലിസ്റ്റ് 1-ലെ ക്രമ നമ്പർ 14 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്തുണ്ട്. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1-ലെ ക്രമ നമ്പർ 15 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1-ലെ ക്രമ നമ്പർ 16 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1-ലെ ക്രമ നമ്പർ 17 പ്രകാരമുള്ള കടലാസുകൾ നിയമസഭാ സെക്രട്ടറി. കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 1-ലെ ക്രമ നമ്പർ 18 പ്രകാരമുള്ള കടലാസ് ഞാൻ മേശപ്പുറത്ത് ചട്ടം 47(2) പ്രകാരമുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ 3, 2, 1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. കാര്യവര പട്ടികയിലെ 3, 2 പ്രകാരമുള്ള കടലാസ് മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ 3, 2, 3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ചട്ടം 236(6) പ്രകാരമുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 3 ക്രമ നമ്പർ 1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമവികസന വകുപ്പ് മന്ത്രി. സാർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 3 ക്രമ നമ്പർ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 3 ക്രമ നമ്പർ 3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സാർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 3 ക്രമ നമ്പർ 4 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. സാർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 3 ക്രമ നമ്പർ 5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവര പട്ടികയിലെ ഇനം 3 ലിസ്റ്റ് 3 ക്രമ നമ്പർ 6 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം ഇന്നലെ ബഹുമാനപ്പെട്ട കെ മുരളീധരൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് പ്രസംഗം തുടരേണ്ടതാണ്. അങ്ങ് പ്രസംഗിക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, സംസാരിക്കാം. സാർ, ബഹുമാനപ്പെട്ട ഗവർണർ ഈ നിയമസഭയിൽ മന്ത്രിസഭയ്ക്ക് വേണ്ടി